ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരിപ്പൂൽ വരാതിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടൊരു ഭാഗമാണ്. മഹേഷിൻ്റെ അടുത്ത് പണം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ആൻ്റണി വരുന്ന സമയത്ത് തൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്ന് 2 ദിവസം കഴിയുമ്പോൾ പണം തരാമെന്ന് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മഹേഷ് പറയുകയാണ്, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വരും, അന്നേരം നിൻ്റെ കയ്യിൽ പണമില്ല എന്നാണെങ്കിൽ ആൻ്റണിയുടെ തനി സ്വഭാവം നീ കാണുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ മഹേഷ് 2 ദിവസത്തിനുള്ളിൽ തന്നെ പണം ഒപ്പിക്കുന്നുണ്ട്. അന്നേരമാണ് രവിക്ക് ആകുന്നതും സച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പണം മഹേഷ് കൊടുക്കുന്നതും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ആൻ്റണി തിരികെ വരുന്ന പണം ചോദിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ പണമില്ല എന്നും 2 ദിവസം അവധി തരണമെന്നും മഹേഷ് ആവശ്യപ്പെടുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷിനോടായിട്ട് ആൻ്റണി വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അതായത് സ്വന്തം ഭാര്യയെക്കുറിച്ച് തന്നെ അനാവശ്യമായ രീതിയിൽ ആൻ്റണി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സൈയിട്ട് തന്നെ മഹേഷ് ആൻ്റണിയുടെ ഷോൾഡറിന് കുത്തിപ്പിടിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ആൻ്റണിയുടെ കൂടെ വന്നിരുന്ന ശരത്ത് പുറത്ത് നിൽക്കുകയായിരിക്കും. വേഗം വന്നിട്ട് ആൻ്റണിയെ പിടിച്ചു മാറ്റിയതിനു ശേഷം മഹേഷിനെ പൊതിരെ തല്ലുകയാണ് കേട്ടോ. മഹേഷ് ശരത്തായതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷിനെ തല്ലുന്ന കാണുമ്പോഴത്തേക്കും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശരത്ത് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തന്റെ ദേഷ്യങ്ങളെല്ലാം തന്നെ സച്ചിയുടെ അടുത്തേക്ക് കാണിക്കുകയാണ്. സച്ചിയുടെ ഷോൾഡറിന് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശരത്തിനും ആന്റണിക്കും കണക്കിന് തന്നെ കൊടുത്തിട്ടാണ് സച്ചി അവിടെ നിന്ന് വിടുന്നത്. അങ്ങനെ സച്ചി ശരത്തിനെയും ആന്റണിയും ഉപദ്രവിച്ചതിന്റെ പേരിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ് ഈ കാർ സ്റ്റാൻഡിലേക്കായിട്ട്. എന്നിട്ട് എല്ലാവരുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ പണം മുഴുവൻ തന്നു തീർത്തില്ല എന്നാണെങ്കിൽ എല്ലാവരും വണ്ടി ഞാൻ കൊണ്ടുപോകും, അതല്ല എന്നാണെങ്കിൽ സച്ചി എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നൊക്കെ പറയാനുണ്ട്. അതിനുശേഷം ആന്റണി അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഈ സമയത്ത് മഹേഷ് ഒഴികെ ബാക്കി എല്ലാവരും സച്ചിയുടെ ദേഷ്യവും എടുത്തുചാട്ടവും കാരണവും നമ്മുടെ വഴിറ്റിപ്പിടിപ്പായ കാർ നഷ്ടപ്പെടുകയാണെന്ന രീതിക്ക് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സച്ചി വരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ സച്ചിയോടായിട്ട് ഇവർ പെരുമാറുകയാണ് കേട്ടോ. സച്ചി പ്രത്യേകിച്ചൊരു മറുപടിയും ഇവരോട് പറയാതെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. മഹേഷ് സച്ചി എന്ന് വിളിച്ച് പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും സച്ചി വണ്ടിയൊന്നും നിർത്തുന്നില്ല കേട്ടോ. സച്ചി അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ആന്റണിയുടെ ഓഫീസിലേക്കാണ്. എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ആന്റണി പറയുന്നുണ്ട്, നീ എല്ലാവർക്കും മുന്നിൽ വെച്ചാണ് എന്നെ തല്ലിയത്, അതുകൊണ്ട് തന്നെ എല്ലാവരും മുന്നിൽ വെച്ച് എൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും വണ്ടി ഞാൻ തിരികെ നൽകാം, അപ്പോൾ അതൊക്കെ പണമൊക്കെ തന്നാൽ മതി എന്നൊക്കെ നമ്മുടെ ആന്റണി പറയുകയാണ്. സച്ചി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാതെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആന്റണി കൃത്യസമയത്ത് തന്നെ കാർ സ്റ്റാൻഡിൽ വരുന്നുണ്ട്. എല്ലാവരും പണം വെക്കണം, അല്ലെന്നാണെങ്കിൽ ഞാൻ സച്ചിയോട് പറഞ്ഞൊരു ഉപാധി ഉണ്ട്, അതായത് അവൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് എൻ്റെ കാലിൽ പിടിക്കണം, ആ ഒരു കാര്യം സച്ചി ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പലിശ അടയ്ക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ആന്റണി പറയുമ്പോഴത്തേക്കും സച്ചി നിന്റെ കാല് പിടിക്കാനോ വേറെ ആൾ നോക്കണം നീ എന്നൊക്കെ മഹേഷ് മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നിട്ട് വേഗം തന്നെ ആന്റണി കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ട് പറയുന്നത്, അവൻ വരുന്നുണ്ട്, അവൻ എൻ്റെ കാല് പിടിച്ച് വണങ്ങുന്നത് എനിക്ക് വീണ്ടും വീണ്ടും കാണും, അതെല്ലാം വീഡിയോ പിടിച്ച് വെച്ചോളാനായിട്ട് അയാളോട് ആന്റണി പറയുകയാണ്. അങ്ങനെ ആന്റണിയോട് കൂടെ വന്നിരിക്കുന്ന ആൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് സച്ചി പുറകിട്ട് പതുക്കെ മാറിയതിനു ശേഷം കാല് പിടിക്കൽ, എൻ്റെ കാല് വെച്ച് നിനക്ക് നല്ല തൊഴി വെച്ച് തരും എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ആന്റണിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആന്റണിയുടെ ദേഷ്യം ഇരട്ടിയാവുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, ആർക്കൊക്കെ എത്ര രൂപയെ കൊടുക്കാനുള്ള വേഗം വാ, ഇവൻ്റെ കടം ഇപ്പോൾ തന്നെ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും, അതായത് ആന്റണിയുടെ കയ്യിൽ നിന്ന് ആ കാർ സ്റ്റാൻഡിൽ നിന്ന് ആരൊക്കെ പണം വാങ്ങിയോ അവരുടെ എല്ലാം പണം തിരികെ കൊടുക്കുന്നത് സച്ചിയാണ്. അവരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടുകൊണ്ട് തന്നെ ആന്റണി അവിടെ നിന്ന് പോവുകയും ചെയ്യട്ടോ. ആന്റണി പോയതിനു ശേഷം മഹേഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാ സച്ചി ഈ പണമെല്ലാം കിട്ടിയത്, ഇത്ര വേഗം നീ എങ്ങനെ പണം ഒപ്പിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ കാറ് ഞാൻ വിറ്റു എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും മഹേഷ് അത് ഷോക്കാവായിട്ട്, നീ എന്തിനാണ് കാറ് വിറ്റത്, അത് നിന്റെ അന്നമല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു കാറില്ലെങ്കിൽ വാടകയ്ക്ക് ഒരു കാർ ഞാൻ മേടിച്ച് ഓടിക്കും, അത്രയേ ഉള്ളൂ, എന്തായാലും ഞാൻ കാരണം എൻ്റെ കൂട്ടുകാർക്കൊരു നാശം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ സച്ചി പറയുകയാണ്. സച്ചിയുടെ മറുപടി എല്ലാം തന്നെ മഹേഷ് നല്ല രീതിയിൽ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യട്ടോ. അങ്ങനെ കൂട്ടുകാർ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സച്ചി തൻ്റെ സ്വന്തം കാറ് വിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.